പി സി ജോർജിനെ അങ്ങ് വിരട്ടി അങ്ങ് നശിപ്പിക്കാമെന്നുള്ള ധാരണയാണ് കേരളത്തിലെ പ്രധാനപ്പെട്ട ഓപ്പോസിഷൻ പാർട്ടിയും, അതായത് മുസ്ലിം ലീഗും അതിൻ്റെ നേതാക്കളും അതിൻ്റെ താഴെയുള്ള മത തീവ്രവാദ സംഘടനകൾക്കും. അതങ്ങ് കൈവച്ചാൽ മതി, അത്രയേ ഉള്ളൂ. സിമ്പിളായിട്ട് അതങ്ങ് കൈവച്ചാൽ മതി. ഇതിനകത്ത് ഈ പി സി ജോർജ് പറഞ്ഞ ഒന്ന് രണ്ട് വാചകങ്ങളോട് ഞാൻ വിയോജിക്കുന്നു. പക്ഷേ മറ്റൊരു കാര്യം വളരെ സത്യമാണ്. പി സി ജോർജ് പറഞ്ഞു, ഈ പറയുന്ന മിനി പാകിസ്ഥാൻ, അതിലെന്താണ് തെറ്റ്? ഇതിനെപ്പറ്റി നേരത്തെ പാലോളി മുഹമ്മദ് കുട്ടി പറഞ്ഞിട്ടുണ്ട്. അവിടെയുള്ളവർക്ക് പാകിസ്ഥാനിൽ പോകാനായിരുന്നു താല്പര്യം. അതിനെ മാപ്പിളസ്ഥാനാക്കിയവർ. ഈ മലബാർ കലാപം എന്ന് പറയുന്നത് ബേസിക്കലി വർഗീയ ലഹളയായിരുന്നു. അതിനെ സ്വാതന്ത്ര്യ സമരമാക്കാൻ ശ്രമിക്കുന്നു. ആലോചിച്ച് നോക്കി എന്തൊക്കെ ഗെയിം പ്ലാനാണ് ലീഗും അവരുടെ പാർട്ടിയും അവരുടെ ആൾക്കാരും നടത്തുന്നത്. എന്തുകൊണ്ടാണ് ഇപ്പോൾ മുസ്ലിം ലീഗിൽ ഇത്ര പ്രശ്നം ഉണ്ടാകാനുള്ള കാരണം? ഈ പറയുന്ന മത തീവ്രവാദികൾക്ക് ഇത്ര പ്രശ്നം ഉണ്ടാകേണ്ട കാരണം മുസ്ലിം ലീഗ് മത തീവ്രവാദി തന്നെയാണ്. അതിനെന്താണ് സംശയം? ഹാഗിയ സോഫിയ പള്ളിയുമായിട്ട് ബന്ധപ്പെട്ട് സാദിഖ് അലി തങ്ങൾ പറഞ്ഞത് എന്തുവാ? അത് തിരിച്ചു കൊടുത്ത്, അതായത് മുസ്ലിംസ് അത് ഏറ്റെടുത്ത് അവിടെ നമാസ് നടത്തുന്നത് നന്നായി. അദ്ദേഹം എഴുതിയ കോളമാണ് ചന്ദ്രിക പത്രത്തെ അവരുടെ മൗത്ത് പീസിൽ. ഹമാസിന് അനുകൂലമായിട്ട് റാലി നടത്തി. അപ്പം മത തീവ്രവാദിയല്ലേ? പക്കാ മത തീവ്രവാദികൾ, മതഭ്രാന്തന്മാർ. അവർക്ക് ഇപ്പോഴത്തെ താല്പര്യം എങ്ങനെങ്കിലും പി സി ജോർജിനെയും കുറച്ച് മത തീവ്രവാദികൾക്ക് വേണ്ടി അകത്തിടാന്. ഇവിടെ ഹൈക്കോർട്ടല്ല, മേളിൽ സുപ്രീം കോർട്ടുണ്ട്. അത് ഹൈക്കോർട്ട് അറിഞ്ഞിട്ട് നല്ലത്. ഇവിടെ ഓരോ ഇന്ത്യക്കാരനും നമ്മളൊക്കെ ഇന്ത്യയിലെ നിയമം അനുസരിച്ച് തന്നെ പോകുന്നവരാണ്. പക്ഷെ അപ്പുറത്ത് നിങ്ങൾ പല വീഡിയോകളും ഞാൻ അയച്ചു തരാം. യേശു ക്രിസ്തു, അതായത് ക്രൈസ്റ്റ് എന്ന് പറയുന്നത് അവിഹിത മാർഗത്തിലൂടെ ജനിച്ചു എന്ന് പറയുന്ന എത്രയോ വീഡിയോകളുണ്ട് ഈ ഉസ്താദന്മാർ പറഞ്ഞത്. അപ്പം അതൊന്നും ഇവിടുത്തെ കേരള സർക്കാരും പോലീസും കാണുന്നില്ലേ? ഏറ്റവും കൂടുതലും മതനിന്ദ നടത്തുന്നത് ഈ കൂട്ടരാണ്. അപ്പം അതിനെതിരെ എന്താ നടപടി എടുക്കാത്തത്? ഇവിടെ പി സി ജോർജിനെ മാത്രം മൂക്കിനകത്ത് കയറ്റുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഇന്ത്യ മഹാരാജ്യമാണ്. ഇവിടെ ഇപ്പം ഭരിക്കുന്നത് നരേന്ദ്രമോദിയാണ്. ഓർത്തിരുന്നാൽ നല്ലത്. മുസ്ലിം ലീഗിൻ്റെ നേതാക്കൾ ഓർത്തിരിക്കുക. നിന്നെയൊക്കെ പൊക്കാനും വലിയ പാടൊന്നുമില്ല. ഗൾഫിൽ നടത്തുന്ന പല പരിപാടികളും സ്വർണ്ണക്കടത്തും അതും ഇതിൻ്റെയൊക്കെ പുറകിൽ കേന്ദ്ര ഗവൺമെൻറ് അങ്ങ് വിചാരിച്ച നിൻ്റെ എല്ലാ നേതാക്കളും പൊങ്ങും. ഒറ്റ കാരണം, ഇതൊക്കെ അറിയാവുന്ന ഒരാളാണ്. അതുകൊണ്ടാണ് ഈ പാവം പിടിച്ചിങ്ങനെ നിൽക്കുന്നത്. അതായത് ലീഗ് ഇങ്ങനെ ഒത്തൊത്ത് നിൽക്കുന്നതിൻ്റെ കാര്യം അതൊക്കെ തന്നെയാണ്. കൂടുതൽ ഗെയിം പ്ലാൻ എന്തും ചെയ്യണ്ട. നിങ്ങൾക്ക് കേരളത്തിൽ അഡ്വാൻറ്റേജ് ഉണ്ട് ഈ പ്രതിപക്ഷ പാർട്ടികളെ. കാരണം നിങ്ങളെ CPM-ന് പേടിയ, പിണറായി വിജയന് പേടിയ, ഇപ്പുറത്തെ കോൺഗ്രസിന് പേടിയ. പക്ഷെ നിങ്ങളെ പേടിക്കാത്തൊരു വിഭാഗമുണ്ട്. അത് മനസ്സിലാക്കുക. പി സി ജോർജിന് അങ്ങനെ ഒറ്റപ്പെടുത്തി കളയാമെന്ന് ധരിക്കുകയൊന്നും ചെയ്യരുത്. തെറ്റായ ധാരണയാണ്. കേരളം ഒന്നടങ്കം അയാളുടെ കൂടെ നിൽക്കും. കേരളത്തിലെ ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും അയാളുടെ കൂടെ നിൽക്കും. കാരണം ഇവിടെ BJP നേതാക്കൾക്ക് പി സി ജോർജിനെ പോലെ പറയാനുള്ള കേപ്പബിലിറ്റി ഇല്ല. അവിടെയാണ് പി സി ജോർജ് ഇപ്പോഴാണ് ബേസിക്കലി പി സി ജോർജ് റിജുവിനേറ്റ് ചെയ്ത് ഒരു ശരിക്കും പൊങ്ങിങ്ങി വരികയാണ്. അയാൾ അക്സെപ്റ്റ് ചെയ്യും. കേരളം പൂർണ്ണമായിട്ട് അയാൾ അക്സെപ്റ്റ് ചെയ്യും. തെറ്റായ ധാരണ കുറച്ച് സുഡാപ്പികളും മുസ്ലിം ലീഗും മത തീവ്രവാദികളും ഒഴികെ ജോർജിനെ പൂർണ്ണമായിട്ട് അക്സെപ്റ്റ് ചെയ്യും. മനസ്സിലാക്കിക്കോ. ഇനി എനിക്ക് ജോർജിനോട് പറയാനുള്ള സംഭവം, ജോർജ് ഒരു കാരണവശാലും TV-യിൽ ബൈറ്റ് കൊടുക്കാൻ പോകരുത്. TV സ്റ്റുഡിയോയുമായിട്ട് ബന്ധപ്പെട്ട ചർച്ചകൾ പങ്കെടുക്കരുത്. നിങ്ങൾ വളരെ സീനിയർ ലീഡറാണ്. താങ്കൾക്കറിയാം, ഞാൻ നിങ്ങളെ ശരിക്കും പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ അതിൽ നിന്ന് മാറി നിൽക്കുക. നിങ്ങൾ വളരെ സീനിയറാണ്. നിങ്ങൾക്ക് പറയുവാനുള്ള കാര്യം സോഷ്യൽ മീഡിയ പേജിൽ കൂടെ പറയൂ. ഈ പറയുന്ന TV ചാനലിനേക്കാളും 100 ഇരട്ടിയാണ് ഇതിൻ്റെ വ്യൂവർഷിപ്പ് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് പറയാനുള്ള കാര്യം അതിൽ കൂടെ പറ. ഇതിനെന്തിനും ഈ TV ചാനലിൽ പോയിട്ടും ഇവർ ഈ പറയുന്നൊക്കെ കേൾക്കുന്നത്? കാരണം നിങ്ങൾക്കറിയാം രാഷ്ട്രീയം എന്താണെന്ന്. നിങ്ങൾക്കറിയാം കേരളത്തിൽ ഏത് രീതിയിലാണ് ഈ മത തീവ്രവാദികൾ ഇതിനെ മാറ്റാൻ ശ്രമിക്കുന്നത്. താങ്കൾ ഈ പറഞ്ഞ ക്രിസ്ത്യൻ ഹിന്ദു പെൺകുട്ടികളെ അടിച്ചുകൊണ്ട് പോകുന്ന കാര്യം വലിയ സത്യമാണ്. ഇതെന്തുവാ ലീഗാണ് ഇപ്പം പറയുന്നത്? യഥാർത്ഥ ലീഗ് ഇതെല്ലാവരും കൊടപിടിക്കുകയാണ്.
കാരണം ലീഗിൻ്റെ ഇപ്പോഴത്തെ അവരുടെ മനസ്സിലിരിക്കുന്നത് എങ്ങനെങ്കിലും കുഞ്ഞാലിക്കുട്ടിയെ മുഖ്യമന്ത്രിയാക്കുക. ഇപ്പം കേരളത്തിലെ ക്രൈസ്തവർ ഹിന്ദുക്കളും ഈ പറയുന്ന കോൺഗ്രസിനും CPM വോട്ട് ചെയ്തവർ മനസ്സിലാക്കിക്കണം, അവരുടെ ഗെയിം പ്ലാനാണ് കുഞ്ഞാലിക്കുട്ടിയെ മുഖ്യമന്ത്രിയാക്കുക. അതിനുവേണ്ടിയാണ് കോൺഗ്രസിൻ്റെ ഒരു നേതാവ്, ഞാൻ വീഡിയോ ഞാൻ കണ്ടു, ടിൻഡോ എന്ന് പറയുന്ന ഒരാൾ. അപ്പം പ്ലാൻ അത് തന്നെയാണ്. അതായത് കേരളത്തിൽ ശരിയ ഇസ്ലാമിക് ലോ കൊണ്ടുവരുന്ന രീതിയിലാണ് ഇവർ കാര്യങ്ങൾ പറയുന്നത്. ഇതിനെ നമ്മൾ ഒറ്റക്കെട്ടായിട്ട് എതിർക്കണം. അപ്പം അതിൻ്റെ ഒരു പുതിയ നേതാവായിട്ട് PC ജോർജ് വരട്ടെ, അതിനെന്താ കുഴപ്പം? അതുപോലെ PC ജോർജ് കേരളത്തിലാകമാനം റാലി നടത്തണം, അപ്പോൾ ആൾക്കാരെ പറഞ്ഞ് മനസ്സിലാക്കണം എന്താണ് ഇവിടുത്തെ ഏറ്റവും വലിയ ഇഷ്യൂ, എവിടെയാണ് മാറേണ്ടത്, കേരളം എവിടെ മാറണം. ഇവിടെ മത തീവ്ര വർഗീയ സംഭവം ആളി കത്തിക്കുകയാണ്. ഹമാസിനും ഹിസ്ബുള്ളയ്ക്കും ഇവിടെയുള്ള പാകിസ്ഥാനും മത തീവ്ര താലിബാനെ വരെ അതാക്കാനുള്ള പരിപാടിയാണ്. അതേപ്പറ്റി ജോർജ് തന്നെ പറയണം, എന്നാലേ ക്രൈസ്തവൻ്റെ തലയ്ക്ക് അത് കയറും. ഞാൻ പല ആവർത്തി ഇത് പറഞ്ഞിട്ടും ഇവർക്കത് മനസ്സിലാവുന്നില്ല. എനിക്ക് അടുത്ത പറയാനുള്ളത്, കേരളത്തിലെ ക്രൈസ്തവ ചർച്ചുകളെ മനസ്സിലാക്കണം, പ്രത്യേകിച്ച് കാത്തലിക് ചർച്ച്. പ്രൊഫസർ ജോസഫിൻ്റെ കാര്യം, അന്ന് നിങ്ങൾ അയാളെ തള്ളിക്കളഞ്ഞു. പക്ഷെ ആ ഒരു പോയിന്റോട് കൂടിയാണ് കേരളത്തിലെ ക്രൈസ്തവർക്ക് മനസ്സിലാകാൻ തുടങ്ങിയത് സംഭവത്തിൻ്റെ പോക്ക് വളരെ മോശമായ രീതിയാണ്. ഇനി ഉണ്ടാവേണ്ടത് കേരളത്തിലെ ക്രൈസ്തവ ചർച്ചുകൾ, കാത്തലിക് ചർച്ചുകൾ, നിങ്ങൾ തിരുത്താൻ തയ്യാറാകണം. ഇവിടുത്തെ കോമൺ എനിമി ആരാണ് നോക്കിക്കോണം. കേരളത്തിലെ ക്രൈസ്തവർ മനസ്സിലാക്കുക, ഈ ഇസ്ലാം മത റാഡിക്കൽ തീവ്രവാദികളുടെ 1-ാം നമ്പർ ശത്രു ഒരിക്കലും ഹിന്ദുക്കളെ അല്ല. 1-ാം നമ്പർ അവരുടെ ശത്രു ക്രൈസ്തവരാണ്, ലോകം മുഴുവനും. അതാണ് അവരത് ഉള്ളി വെച്ചുകൊണ്ടിരിക്കുന്ന സംഭവമാണ് കേരളത്തിൽ. ഒരു കാരണവശാലും ഇവരുമായിട്ട് ഒരു ബന്ധത്തിനും പോകാൻ പാടില്ല. അവർ നമ്മളെയാണ്, ക്രൈസ്തവരെയാണ് ടാർഗറ്റ് ചെയ്യുന്നത്. അതിൻ്റെ ഭാഗമായിട്ടൊക്കെ ഉണ്ടായ സംഭവമാണ് ഈ ജാസ്മിൻ ഷായും കൂട്ടരും ഒക്കെ. ഇത് മനസ്സിലാക്കുക. ജോർജിന് പൂർണ്ണമായിട്ടും നിങ്ങൾ പിന്തുണ കൊടുക്കണം. ഞാൻ ഇത് കേൾക്കുന്ന ആൾക്കാരോട് പറയുകയാണ്, അയാളുടെ കൂടെ എല്ലാത്തിനും സഹകരിക്കണം. അദ്ദേഹത്തിന് ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. കേരളത്തിൻ്റെ രാഷ്ട്രീയം മാറ്റാൻ സാധിക്കും. എക്സ്പീരിയൻസ്ഡ് പൊളിറ്റീഷ്യനാണ് ജോർജിനോട് ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം വീണ്ടും ആവർത്തിക്കുന്നു. താങ്കൾ ഈ വേണ്ടാത്ത ചർച്ചകൾക്കും ഇതിനൊന്നും പോകരുത്. താങ്കൾക്ക് എന്താണ് പറയാനുള്ളത് അത് സോഷ്യൽ മീഡിയയിൽ കൂടെ ഏതെങ്കിലും യോഗത്തിനൊക്കെ പോകുമ്പോൾ അവിടെ പറയുക. കേരളത്തിലെ ജനങ്ങൾക്ക് ഇപ്പോൾ താങ്കളെ മനസ്സിലാക്കി തുടങ്ങി. ആരൊക്കെയാണ് പിറകിൽ, എന്താണ് അവരുടെ ഉദ്ദേശ ലക്ഷ്യം, ഓരോന്നായിട്ട് എക്സ്പോസ് ചെയ്ത് തുടങ്ങി. അതുകൊണ്ട് ധൈര്യമായിട്ട് മുന്നോട്ട് പോകുക. ഈ കേരളത്തിലെ അവിഞ്ഞ മീഡിയ മുഴുവനെ ഇഗ്നോർ ചെയ്യുക. ഇതെല്ലാം ഫണ്ടഡും അജണ്ടയുമായിട്ട് മാർക്കറ്റിങ്ങും ഈ പറയുന്ന മത തീവ്രവാദികൾക്ക് വേണ്ടി നിൽക്കുന്നതാണ്. പൂർണ്ണമായിട്ട് അവരോട് ദൂരകളയ എല്ലാ മംഗളവും നേരുന്നു. അത് ശക്തമായിട്ട് മുന്നോട്ട് പോകുക. ഒരിക്കലും പിന്നോട്ട് വരരുത്, മുന്നോട്ട് തന്നെ പോകാവൂ. ഇവന്മാരെന്ത് കിടന്ന് പറഞ്ഞാലും ഇന്ത്യ എന്ന് പറഞ്ഞ മഹാരാജ്യത്ത് ഇവിടെ ഓരോ ഇന്ത്യക്കാരനും പ്രൊട്ടക്ഷനുണ്ട്. ഇവിടെ ഫ്രീഡം ഓഫ് സ്പീച്ച് ഉണ്ട്. മത തീവ്രവാദത്തിനെതിരെ സംസാരിക്കാൻ പറ്റും. ഇന്ത്യയുടെ ആൻറ്റി ഇന്ത്യ ആക്ടിവിറ്റീസ് അതിനെതിരെ സംസാരിക്കാൻ പറ്റും. ഇതൊക്കെ ഉള്ള ഒരു രാജ്യമാണ്, മഹാരാജ്യമാണ് ഇന്ത്യ. ഇന്ത്യ എന്ന് പറയുന്ന ഇസ്ലാമിക രാജ്യമല്ല, ശരിയ ഉള്ള രാജ്യമല്ല. താങ്കൾ മുന്നോട്ട് പോകുക. ഒന്നടങ്കം കേരളം താങ്കളുടെ പുറകിലുണ്ടാകും. വീണ്ടും താങ്കൾക്ക് ആശംസകളും ദീർഘായുസ്സും നേരുന്നു. ഈ പറയുന്നത് ഒരു റിക്വസ്റ്റാണ്, പക്ഷേ ഇത് മാൻഡേറ്ററി അല്ല. ഈ ചാനൽ പൂർണ്ണമായിട്ടും ഫ്രീ ആയിരിക്കും. പക്ഷെ നിങ്ങൾക്കറിയാം, ഈ യൂട്യൂബ്, ഗൂഗിളിൽ നിന്ന് കിട്ടുന്നത് അത് ഒരു പരിധി വരെ അതിനകത്ത് ഇതിൻ്റെ എക്സ്പെൻസുമായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റുകയുള്ളൂ. അപ്പം ഇതിൻ്റെ താഴെ ഇതിൻ്റെ കമൻറ്റ് ബോക്സിൽ ഇപ്പം ബാങ്ക് ഡീറ്റെയിൽസും കറണ്ട് അക്കൗണ്ടാണ് പിൻ ചെയ്തിട്ടുണ്ട്. പിന്നെ വീഡിയോയിൽ ഇതിൻ്റെ സ്കാനറുണ്ട്. അപ്പം നിങ്ങൾക്ക് താല്പര്യമുള്ളവർക്ക് അത് കോൺട്രിബ്യൂട്ട് ചെയ്യാം.
മേക്ക് ഇറ്റ് ക്ലിയർ, ഇത് കംപ്ലീറ്റ്ലി ഫ്രീ ആയിരിക്കും. കുറച്ച് എക്സ്പാൻഷൻ പ്ലാനുകളൊക്കെ ഉണ്ട്. നല്ല മാൻ പവർ വേണം, കുറച്ച് കൂടുതൽ നല്ല ടെക്നോളജി വേണം. അതിനൊക്കെ സ്പെൻഡ് ചെയ്യണം. കാരണം ആൾക്കാരുടെ വ്യൂസ് കൂടുന്നുണ്ട്. നിങ്ങൾക്കറിയാം, എനിക്ക് ഈ പറയുന്ന ഒരു വലിയ സബ്സ്ക്രിപ്ഷനൊന്നുമില്ല. സഹകരിക്കാൻ താല്പര്യമുള്ളവർക്ക് സഹകരിക്കാൻ. ഒരു കാരണവശാലും ഇത് നിർബന്ധമോ മാൻഡേറ്ററി അങ്ങനെ ഒന്നും തന്നെയല്ല. നിങ്ങൾക്ക് താല്പര്യമുള്ളത് മാത്രം വിശ്വസിക്കുന്ന നിങ്ങൾ ഇതിൽ കോൺട്രിബ്യൂട്ട് ചെയ്യുമെന്ന്.